റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടുകയാണ് എന്നുള്ള കാര്യം കുറേ ദിവസമായി ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. ആഴ്സണൽ നോക്കുന്നുണ്ട്, ലിവർപൂൾ ട്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ഒരു റോഡ്രിഗോൻ്റെ പേരിൽ. കാരണം റോഡ്രിഗോ എന്ന് പറയുന്ന ആൾ എന്താ പറയുക, ആർദ്രെ ഗൂളറിനെ സാബി അലൻസോ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇനി ഫ്രാങ്കോ മസ്തൻത്വാന വരാനുണ്ട്. അപ്പോൾ സാബി അലൻസോയുടെ പ്ലാനിൽ റോഡ്രിഗോക്ക് ചാൻസ് ഇല്ല. റോഡ്രിഗോ ഈസ് സെറ്റ് ടു ലീവ് ഫ്രം റയൽ മാഡ്രിഡ് എന്നുള്ള കാര്യം ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നുണ്ട്. ആ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ റോഡ്രിഗോ ഇനി എങ്ങോട്ടായിരിക്കും പോവുക? പ്രീമിയർ ലീഗാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് ഓഫർ ഉണ്ട് കേട്ടോ. റോഡ്രിഗോക്ക് സൗദിയിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. അത് അങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അൽ നസറോ അൽ ഹിലാലോ രണ്ടിൽ ഏതൊരു ടീം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ട് റോഡ്രിഗോ എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻലി പ്രീമിയർ ലീഗിലെ വമ്പന്മാരായിട്ടുള്ള പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിഗോക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഫെബ്രിസിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റേതൊക്കെ നമുക്ക് റോഡ്രിഗോ ആഴ്സണൽ പ്രിലിമിനറി ടോക്ക് നടത്തി, ലിവർപൂൾ അവരുടെ ലൂയിസ് ഡയസ് പോയതുകൊണ്ട് തന്നെ റോഡ്രിഗോനെ ആ ഒരു സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ദി അത്ലറ്റിക് FC എന്നുള്ള ഒരു മാധ്യമം വഴിയൊക്കെ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഫെബ്രിസിയോ റൊമാനോ അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട്. ഫെബ്രിസിയോ റൊമാനോ എന്ന് പറയുന്നത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു സോഴ്സാണ്. അദ്ദേഹം പറയുന്ന കാര്യം പറയുന്നത് അതങ്ങനെ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു റോഡ്രിഗോന് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ മാഞ്ചസ്റ്റർ സിറ്റി ട്രൈ ചെയ്യുന്നത്? മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ ആ ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു വൻ പരാജയമാണല്ലോ കഴിഞ്ഞ സീസണിലെ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ അവർ റൗണ്ട് ഓഫ് 16 പോട്ടും അങ്ങോട്ട് പോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. റയൽ മാഡ്രിഡിനോട് റൗണ്ട് ഓഫ് 16 പരാജയപ്പെട്ടു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ 3-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത്. തുടരെ 4 കോൺസിക്യൂട്ടീവ് സീസണിൽ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയതിനു ശേഷം പിന്നെ 3-ാം സ്ഥാനത്തോട്ട് വന്നു. ഓക്കെ, പിന്നെ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസും, അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽ ഹിലാലിനെ, അതായത് സൗദി പ്രോ ലീഗിൽ അൽ ഹിലാലിനെതിരെ പരാജയപ്പെട്ട് പുറത്താവേണ്ടി വന്നു. അങ്ങനെ സിറ്റി പെപ് ഗാർഡിയോള സിറ്റിക്ക് കംപ്ലീറ്റ് ഒരു ആകെ ഒരു നാണക്കേടാണ്. കംപ്ലീറ്റ് ആകെ പൊളിഞ്ഞു കിടക്കുകയാണ് സിറ്റി എന്ന് പറയുന്നത്. അത് അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെപ് ഗാർഡിയോള. അതിന് പല ആൾക്കാരെയും കൊണ്ട് ഇപ്പോൾ ഒളിമ്പിക് ലിയോണിനെ ഷെർക്കിയെ കൊണ്ടുവന്നിട്ടുണ്ട് സിറ്റിയിലോട്ട്. അങ്ങനെ പല സബ്സ്റ്റിറ്റ്യൂഷൻസും പല ട്രാൻസ്ഫേഴ്സും നടത്തുന്നുണ്ട് പെപ് ഗാർഡിയോള എന്ന് പറയുന്നത്. നല്ലപോലെ കാശ് കയറിയുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് തിരിച്ചു വരണം. ഓഫ് കോഴ്സ് അവർക്ക് തിരിച്ചു വരണം. അവർക്ക് ആ ഒരു പ്രീമിയർ ലീഗ് ചാമ്പ്യനായിട്ട് ആ ഒരു ബാക്ക് ടു ട്രാക്ക് അതിലൂടെ തന്നെ തിരിച്ചു വരണം എന്ന് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഓഫ് കോഴ്സ് പെപ് ഗാർഡിയോളയാണ് അദ്ദേഹത്തിൻ്റെതായുള്ള രീതിയിൽ ഒരു കളി മെനഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റിയിൽ നിന്നും ജാക്ക് ഗ്രീലിഷിനെ വളരെ എക്സ്പെക്ടേഷൻസോടുകൂടി കൊണ്ടുവന്നതാണ് സിറ്റി എന്ന് പറയുന്നത്, പെപ് ഗാർഡിയോള എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര നല്ല പെർഫോമൻസ് പുറത്തെടുക്കാൻ വന്നില്ല. തുടക്ക സമയത്തൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തെങ്കിലും പിന്നെ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല ജാക്ക് ഗ്രീലിഷ് ഈ ഒരു സിറ്റിയിൽ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ സീസണിലൊന്നും അദ്ദേഹത്തിന് അധികം ഫസ്റ്റ് 11 തന്നെ ചാൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവരുടെ ആ ഒരു ലെഫ്റ്റ് വിങ് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. ആ ഒരു ചാൻസിലോട്ടാണ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണ് റോഡ്രിഗോയെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. ഓഫ് കോഴ്സ് റോഡ്രിഗോ എന്ന് പറയുന്നത് പെപ് ഗാർഡിയോളയുടെ അണ്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മിന്നി തിളങ്ങാൻ പറ്റും. ഇപ്പോൾ റയൽ മാഡ്രിഡിൽ അദ്ദേഹം ചില സമയത്തൊക്കെ ഫാൾസ് 9 ആയിട്ട് കളിക്കലുണ്ട്. റൈറ്റ് വിങ് ആണ് അധികം. കാർലോ ആൻസലോട്ടി അധികവും അദ്ദേഹത്തെ യൂസ് ചെയ്തിട്ടുള്ളത് റൈറ്റ് വിങ് ആയിട്ടാണ്. ചില സമയത്ത് കാർലോ ആൻസലോട്ടി സ്ട്രൈക്കറായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് റോഡ്രിഗോനെ. ഓക്കെ, അത് പ്രോപ്പർ ഒരു റൈറ്റ് വിങ് റയൽ മാഡ്രിഡിന് ഇല്ലാത്ത സമയത്ത് റോഡ്രിഗോയെ ആയിരുന്നു മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര അത്യാവശ്യം അഡാപ്റ്റബിലിറ്റി ഒരു പ്ലെയറും കൂടിയാണ് റോഡ്രിഗോ എന്ന് പറയുന്നത്, നമുക്ക് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് റോഡ്രിഗോയുടെ എക്സാക്ട് പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ് പൊസിഷനും ഈ ഒരു പെപ് ഗാർഡിയോളയുടെ അണ്ടറിലുള്ള മാഞ്ചസ്റ്റർ സിറ്റിയിൽ അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ അദ്ദേഹത്തിന് ഉപകാരമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റോഡ്രിഗോ പ്രീമിയർ ലീഗിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ സിറ്റിയിലോട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നല്ലൊരു ട്രാൻസ്ഫർ ആയിരിക്കും. അദ്ദേഹം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ജാക്ക് ഗ്രീലിഷ് പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു സ്പേസ് കിട്ടി. ആ ഒരു സ്പേസിൽ പെപ് ഗാർഡിയോളയുടെ ആ ഒരു എന്താ പറയുക ടാക്ടിക്സുമായിട്ട് റോഡ്രിഗോക്ക് പെട്ടെന്ന് ഇറങ്ങി ചേരാൻ പറ്റും. അത്യാവശ്യം പേസിങ്ങുള്ള, അത്യാവശ്യം എന്താ പറയുക പ്രസ്സിങ് മെൻറ്റാലിറ്റി ഉള്ള റയൽ മാഡ്രിഡിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിനീഷ്യസ് ജൂനിയറും എംബാപ്പയും പല സമയത്തും പ്രസ് ചെയ്യാത്ത സമയത്തും റോഡ്രിഗോ അങ്ങനത്തെ ഒരു പേര് വന്നിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പ്രോപ്പർ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു പ്ലെയറാണ് റോഡ്രിഗോ എന്ന് പറയുന്നത്. അപ്പോൾ പെപ്പിൻ്റെ ടാക്ടിക്സുമായിട്ട് യോജിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് റോഡ്രിഗോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ ഫ്രം റയൽ മാഡ്രിഡ് ടു സിറ്റി അദ്ദേഹത്തിന് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും റയൽ മാഡ്രിഡിൽ ഇനി
റോഡ്രിഗോക്ക് ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് കറൻറ്റ്ലി ഇപ്പോഴും പുറത്തേക്ക് വരുന്ന വാർത്തകൾ. അദ്ദേഹം ഈ ഒരു സീസണോട് കൂടി പുറത്തു പോകും എന്നുള്ളത് തന്നെയാണ്, റയൽ മാഡ്രിഡ് വിടും എന്ന് തന്നെയാണ് കറൻറ്റ്ലി സ്റ്റിൽ ഇപ്പോഴും വരുന്നത്. റയൽ മാഡ്രിഡ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. റോഡ്രിഗോക്കും തന്നെ റയൽ മാഡ്രിഡ് വിടാൻ വലിയ താല്പര്യമില്ല. അതാണ് ഇങ്ങനെ കടിച്ചു പിഴിഞ്ഞ് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ റോഡ്രിഗോക്ക് ടൈം കിട്ടില്ല, പ്ലേയിങ് ടൈം കുറവായിരിക്കും. ഇപ്പോൾ 2026 വേൾഡ് കപ്പ് വരെയാണ്. റോഡ്രിഗോ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല ടാലൻ്റ് ഉള്ള പ്ലെയറാണ്. ഒരു ബ്രസീലിയൻ ടീമിൽ വേൾഡ് കപ്പ് കളിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹം പ്ലേയിങ് ടൈം ഇല്ലാതെ ഇങ്ങനെ ഈ അടുത്ത സീസൺ, ഈ വരാൻ പോകുന്ന സീസൺ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെയായിരിക്കും ബാധിക്കുക. അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം റയൽ മാഡ്രിഡ് വിട്ട് വേറെ ഏതെങ്കിലും ടീമിലോട്ട് പോയി അത്യാവശ്യം പ്ലേയിങ് ടൈം നേടാം എന്ന് വിചാരിച്ചത്. എനിക്ക് തോന്നുന്ന പേഴ്സൻ്റ് അതാണ്. അത് തന്നെയായിരിക്കും മെയിൻ റീസൺ. എല്ലാ പ്ലേയേഴ്സിൻ്റെയും ആഗ്രഹമാണല്ലോ വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ളത്. സോ എന്തായാലും സാബി അലൻസോയുടെ അണ്ടറിൽ ഇനിയിപ്പോൾ മസ്തൻ ത്വാന വരാനുണ്ട്. ആർദ്ര ഗൂളറിന് ഓൾറെഡി അദ്ദേഹം നല്ലൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാർലോ ആൻസലോട്ടി അധികവും പ്രയോറിറ്റി റോഡ്രിഗോക്കാണ് കൊടുത്തതെങ്കിലും സാബി അലൻസോ അങ്ങനെയല്ല. സാബി അലൻസോ വന്ന സമയത്ത് പറഞ്ഞിരുന്നു റോഡ്രിഗോ ഒരു ക്ലാസ് പ്ലെയറാണ്, അദ്ദേഹത്തിന് ടീമിൽ ഇടമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ വന്ന വാർത്തകളൊന്നും അങ്ങനെയല്ല. ഓക്കെ, സാബി അലൻസോയുടെ പ്ലാനിൽ റോഡ്രിഗോ ഇല്ല എന്നുള്ള രീതിയിലാണ് പിന്നെ വാർത്തകളൊക്കെ വന്നത്. അപ്പോൾ റോഡ്രിഗോനെ സിറ്റി നോക്കുന്നുണ്ട്. ഇതെന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പ്രിലിമിനറി ടോക്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി റയൽ മാഡ്രിഡുമായിട്ട് ഫോമൽ അഗ്രിമെൻറ്റ് നടത്താനുണ്ട്. അതായത് ടോക്ക് മാത്രം നടന്നിട്ടുള്ളൂ കേട്ടോ, അവർ ഫോമലി അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.